അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇക്ര വോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2025 ജനുവരിയിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 4 ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് എത്തുവാനും അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റായി രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഈ ചോദ്യം വായിക്കുന്നതിനിടയ്ക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത്തരം പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളെല്ലാം വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ ക്ഷേമത്തിന് വേണ്ടി അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തുവിടുന്നതിനെ പറയുന്ന പേര്. ഓപ്ഷൻ എ വ്യതിചലനം അഥവാ റീഡയറക്ഷൻ. ഓപ്ഷൻ ബി അന്തരനിരോധനം ഇൻഹിബിഷൻ. ഓപ്ഷൻ സി ഉദാത്തീകരണം സബ്ലിമേഷൻ. ഓപ്ഷൻ ഡി കതാർസിസ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? ഒരു വ്യക്തിയുടെ ക്ഷേമത്തിനു വേണ്ടി അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തുവിടുന്നതിനെ പറയുന്ന പേര് എന്താണ്? ഞാൻ ഈ ഓപ്ഷനുകൾ ഓരോന്നും ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നമുക്കങ്ങനെ എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് എത്തുവാനും അതുവഴി തന്നെ നിങ്ങൾക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുവാനും സാധിക്കും. നമുക്ക് ഓരോന്നും നമുക്ക് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കാം. റീഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകൂടി മനസ്സിലാക്കി പറയുകയാണ് എങ്കിൽ വഴിമാറ്റി വിടുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു സന്ദർഭത്തിൽ നിന്ന് മറ്റൊരു സന്ദർഭത്തിലേക്ക് എന്ത് ചെയ്യുക, വഴിമാറ്റി വിടുക. ഒരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, ക്ലാസ്സിൽ ഒരു കുട്ടി പഠനത്തിൽ ശ്രദ്ധിക്കാതെ ക്ലാസ് റൂമിലെ ജനൽ വഴി പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടി, അശ്രദ്ധമായിരിക്കുന്ന ആ കുട്ടിയെ അവൻ്റെ പേര് വിളിച്ചുകൊണ്ട്, അതെ ഇനി ബാക്കിയുള്ള ഭാഗം മുഹമ്മദ് നീ വായിക്കൂ, ഫാത്തിമ നീ വായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ എന്ത് ചെയ്യുക, അവൻ നോക്കിയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അവനെ മാറ്റി അവനെ പഠനത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിനെയാണ് റീഡയറക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് അന്തരനിരോധനം ഇൻഹിബിഷൻ. എന്താണ് അന്തരനിരോധനം അല്ലെങ്കിൽ ഇൻഹിബിഷൻ എന്ന് പറഞ്ഞാൽ? അതിനെ നമുക്ക് ഉദ്ദീപനം, നിയന്ത്രണം എന്നെല്ലാം പറയാം. ഒരു വ്യക്തിയുടെ സ്വാഭാവികമായ ചിന്തകൾ, വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നിയന്ത്രിക്കപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് നമുക്ക് നല്ലതായിട്ടും കാണാൻ പറ്റും, അതേപോലെ തന്നെ ദോഷകരമായിട്ടും വരാം. 2 രൂപത്തിൽ ഇത് വരും. അതിന് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകും. അതായത് ശിക്ഷ കിട്ടുമോ എന്ന ഭയം മൂലം ഒരു കുട്ടി ഉദ്ദേശിച്ചാലും മനസ്സിൽ ഉള്ളത് പറയാൻ എന്ത് ചെയ്യുന്നു, മടിക്കുന്നു. ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടിയാണ്, പക്ഷെ എന്തൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ ശിക്ഷ കിട്ടുമോ എന്നുള്ള പേടി കാരണം എന്താണ്, അവനെന്താണ് അത് പറയാൻ മടിക്കുന്നത്. അപ്പോൾ അവൻ തന്നെ എന്താണ് അവിടെ ഒരു നിയന്ത്രണം വരുത്തുകയാണ്. അവന് സ്വതന്ത്രമായിട്ടുള്ളൊരു സംഭവമാണ്, പക്ഷെ അവന് പറയാനൊരു പേടി. ചില കുട്ടികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും, സംശയമുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ട്, പക്ഷെ എന്താണ് അത് ചോദിക്കാൻ എന്താ ഒരു പേടി. അധ്യാപകരോട് ചോദിക്കാൻ പേടിയാണ്, പക്ഷെ പല കാര്യങ്ങളും അവന് ഡൗട്ടുണ്ട്, അപ്പോൾ ചോദിക്കാൻ പേടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവന് ആ പേടി കാരണം അത് ചോദിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു, അവനെ അത് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് എന്ത് ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കുട്ടികൾ അവർക്ക് എന്താ ഇരിക്കും, സെൽഫ് കൺട്രോൾ ഉണ്ടാകും. അതായത് ഏതൊരു കാര്യം അവർ ചിന്തിച്ചിട്ടേ എന്ത് ചെയ്യുള്ളൂ, അവർ പ്രവർത്തിക്കുള്ളൂ, പ്രതികരിക്കുള്ളൂ. സെൽഫ് കൺട്രോൾ ഉണ്ടാകും. അതേപോലെ തന്നെ ക്ലാസ് റൂം ഡിസിപ്ലിനൊക്കെ അത് വഴി ഉണ്ടാകും. കാരണം വെറുതെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, വെറുതെ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ കുട്ടികൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ആ കാര്യത്തിലൊക്കെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകും. പക്ഷെ അതിനേക്കാളും ഭയങ്കരമാണ് അവർക്ക് ഉണ്ടാകുന്ന ദോഷവശം എന്നുള്ളത്. അത് എന്താണ്, അവരുടെ ക്രിയേറ്റിവിറ്റി അവിടെ തടിയാണ്.
കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം എന്നുണ്ട്, പക്ഷെ പേടി കാരണം ചോദിക്കാതിരിക്കുമ്പോൾ എന്താണ്, ആ ഒരു ക്രിയേറ്റിവിറ്റി അവരിൽ നിന്ന് തടയുന്നു, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ അത് ബാധിക്കുന്നു, ലേണിംഗ് ഓപ്പർച്യൂണിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു, സെൽഫ് കോൺഫിഡൻസ് കുറയുന്നു. ഇതൊക്കെ അതിൻ്റെ എന്താണ്, ദോഷവശമായിട്ട് നമുക്ക് കാണുവാനും സാധിക്കും. ഇനി മൂന്നാമത്തേത് ഉദാത്തീകരണം, സബ്ലിമേഷൻ. ഇത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നമ്മൾ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പ്രത്യേകമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും അത് കാണണം. അതിൽ നിന്ന് ഒരു ചോദ്യം ഷുവറാണ്, ഏത് സമയത്തും ഉദാഹരണ സഹിതം എന്ത് ചെയ്യും, ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ സബ്ലിമേഷൻ അവിടെ നമ്മൾ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതൊരു ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിനെ നമുക്ക് ഉദാത്തീകരണം മലയാളത്തിൽ പറയാം. അതായത് അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചുവിടുക. ഉദാഹരണം, ഒരുപാട് തരത്തിൽ ഇതിന് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വിദ്യാർത്ഥിക്ക് അഭിമാനഹാനി ഉണ്ടായി. അവൻ എന്ത് ചെയ്തു, ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അവൻ ചിത്രരചനയിലേക്ക് പോയി. അപ്പോൾ ചിത്രരചനയിലൊരു എന്ത് ചെയ്യുക, പ്രക്ഷോഭിച്ചിട്ട് അവരാ വന്നിട്ടുള്ള അഭിമാനഹാനി എന്ത് ചെയ്യുക, അതിനങ്ങോട്ട് ഡിഫെൻസ് ചെയ്യുക. അപ്പോൾ ചിത്രരചനയിലൊക്കെ ഉയർന്നു വരുമ്പോൾ എന്താണ്, സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും, പിന്നെ അതിലേക്ക് എന്ത് ചെയ്യും, അവനെ ശ്രദ്ധിക്കും. ആ രൂപത്തിലേക്ക് അവൻ വരുന്നു. അതേപോലെ തന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഫുട്ബോൾ കളിക്കുക. അതേപോലെ തന്നെ പിന്നെ ചില ആളുകൾക്ക് നിരാശയ്ക്ക് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ നിരാശ തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കവിതകൾ രചിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ്, അസ്വീകാര്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് തിരിച്ചു വിടുന്നതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ഡി, ഇത് പൊതുവെ കേൾക്കാത്തതാണ് അല്ലേ, കഥാർസിസ്. എന്താണ് കഥാർസിസ് എന്ന് പറഞ്ഞാൽ? കഥാർസിസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുണ്ടാകുന്ന അമിത വികാരങ്ങൾ, ദുഃഖം, അതേപോലെ തന്നെ വിഷാദം, ക്രോധം, ഇതൊക്കെ എന്താണ്, ഒരു പൊട്ടിത്തെറി പോലെ പുറത്തു വരികയും അതിനുശേഷം മനസ്സ് ശാന്തമാവുകയും ചെയ്യുന്ന അവസ്ഥ. അതിന് നമുക്ക് വേണമെങ്കിൽ ഇമോഷണൽ പ്യൂരിഫിക്കേഷൻ എന്നോ റിലീസ് ഓഫ് സപ്രസ്ഡ് ഇമോഷൻസ് എന്നെല്ലാം അതിന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് എന്ത്, കഥാർസിസ്. ഇപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ ഈ 4 കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു വ്യക്തിയുടെ ക്ഷേമത്തിന് വേണ്ടി അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തു വിടുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കഥാർസിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, പരിമിതമായ ഉത്തേജനങ്ങളോടുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യക്ഷണ കേന്ദ്രീകൃത പ്രക്രിയ. ഓപ്ഷൻ നോക്കാം. താല്പര്യം, ഇൻട്രസ്റ്റ്, ശ്രദ്ധ, അറ്റൻഷൻ, മനോഭാവം, ആറ്റിറ്റ്യൂഡ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി. ഏതാണ് കറക്റ്റ് ആൻസർ? ചില ചോദ്യങ്ങളുടെ മലയാളം നമുക്കൊരു പക്ഷേ മനസ്സിലാക്കാൻ പ്രയാസമുള്ള വേർഡ്സ് ഉപയോഗിക്കാറുണ്ട് പൊതുവെ. അതിന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതിൻ്റെ നേരെ ട്രാൻസ്ലേഷൻ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. ഇംഗ്ലീഷിൽ സെയിം ട്രാൻസ്ലേഷൻ തന്നെ ഉണ്ടാകും. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ എന്താണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ശ്രദ്ധ എന്നുള്ളതാണ്. ഓപ്ഷന് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അത് ഞാൻ വേറൊരു തരത്തിൽ നിങ്ങളോട് പറഞ്ഞു തരികയാണ് എങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് വ്യക്തമാവാൻ വേണ്ടി. അതായത് അധ്യാപകന് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പിന്നിലെ ബെഞ്ചിലിരുന്ന് കുട്ടികൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ആ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി പഠിപ്പിക്കുന്ന വിഷയം കേൾക്കാൻ ശ്രമിക്കുകയാണ്. അവന് ചുറ്റുപാടും മറ്റ് ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നത് കേൾക്കാൻ ശ്രമിക്കുകയും അവൻ്റെ മനസ്സ് ബോർഡിലും അതേപോലെ തന്നെ അധ്യാപകൻ്റെ ശബ്ദത്തിലും അദ്ദേഹം പറയുന്ന ഉദാഹരണങ്ങളിലൊക്കെ കേന്ദ്രീകരിക്കുന്നു. ഇങ്ങനെയുള്ളതിന് പറയുന്ന പേരെന്താണ്? അറ്റൻഷൻ അല്ലേ, ശ്രദ്ധ എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ചോദ്യമാണ് ചോദിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ആൻസർ പെട്ടെന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഈ ഒരു ചോദ്യം എന്താണ്, ഈ രൂപത്തിൽ ചോദിച്ചപ്പോൾ പലപ്പോഴും എന്താ ചെയ്യാം, ഇത് തെറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓപ്ഷന് ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇത് ഞാൻ ഓപ്ഷനുകളൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാലോ, ഒരു വിഷയത്തിലേക്കുള്ള ആകർഷണം അല്ലേ,
അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലേക്കുള്ള നമ്മുടെ താല്പര്യം. പിന്നെ ഇവിടെ മനോഭാവമുണ്ട്, അഭിരുചിയുണ്ട്, ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ അതെന്താണ് മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ആന്തരിക നിലപാട്, സഹജമായ പ്രതികരണ ശൈലി, ഇതൊക്കെയാണ് എന്ത് മനോഭാവം എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു അധ്യാപകനെ നല്ല ഇഷ്ടമാണ്, ഇപ്പോൾ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനെ നല്ല ഇഷ്ടമാണ് എങ്കിൽ ആ കുട്ടിക്ക് എന്താണ് അധ്യാപകൻ്റെ ക്ലാസ് കേൾക്കാനും പഠിക്കാനൊക്കെ നല്ല താല്പര്യമായിരിക്കും അല്ലേ? അതാണ് മനോഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്താണ് പിന്നെ ഇങ്ങനെ നല്ല മനോഭാവം ഉണ്ട് എങ്കിൽ നമ്മളെ പഠനത്തിൽ എന്താണ് നല്ല ചിന്തയും അതേപോലെ തന്നെ പെരുമാറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മനോഭാവം എന്നത് എന്താണ് ഒരു കാര്യത്തെയും വ്യക്തിയെയും കുറിച്ചുള്ള ധാരണ, വികാരങ്ങൾ, സമീപനം എന്നിവയോടുള്ള സ്ഥിരമായ നിലപാടാണ് എന്ത് ഈ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അഭിരുചി എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായി കിട്ടുന്ന കഴിവുകളാണ്. ചില ആളുകൾക്ക് എന്താണ് പിന്നെ പാട്ട് പാടാൻ നല്ല താല്പര്യമായിരിക്കും. ഒരു പക്ഷേ പാട്ട് പരിശീലിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ജന്മന എന്താണ് പാട്ട് പാടാൻ താല്പര്യം. പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ ഒരു വിഷയത്തിൽ നമുക്കുണ്ടാകുന്ന ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ ചേരാത്തത് തിരഞ്ഞെടുക്കുക. ഇവിടെ 4 തരം ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 4 തരം ടെസ്റ്റുകളിൽ കൂട്ടത്തിൽ ചേരാത്തത് ഏതാണെന്ന് തിരഞ്ഞെടുക്കാനാണ്. ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷന് ഡി ആണ്. എന്തുകൊണ്ട് കൂട്ടത്തിൽ ചേരുന്നില്ല? ഇതൊരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. അതായത് ഇൻ്റലിജൻസ് ടെസ്റ്റാണിത്, ഭൗതിക ശേഷി പരിശോധന. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൽ സൈനികരുടെ ബുദ്ധിശക്തിയൊക്കെ പരിശോധിക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഏത്? ആൽഫ ടെസ്റ്റ്. ഇത് ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റാണ്. എന്നാൽ ബാക്കി 3 ഓപ്ഷനുകളും ഏത് തരം ടെസ്റ്റാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി ടെസ്റ്റാണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളാണ് ബാക്കി 3. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം എന്ത് ചെയ്യുക, പിന്നെ പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല ടെസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് നൽകിയിട്ടുള്ളതാണ്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കാവുന്നതാണ്. 4ാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. 25, 16, 20, 19, 15 അടുത്ത നമ്പർ കണ്ടെത്തുക. അപ്പോൾ നമ്മളെക്കൊണ്ട് അടുത്ത നമ്പർ കണ്ടെത്തിക്കുക എന്നല്ല വരെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പാറ്റേണിലൂടെ ഇങ്ങനെ ഒരു അടുത്ത നമ്പർ കണ്ടെത്തുന്ന ആ ഒരു സംഭവത്തിന് അതിന് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ഇവർക്ക് അറിയേണ്ടത്. മുകളിൽ തന്നിട്ടുള്ള സാമ്യതാ പ്രശ്നം ഏതിൻ്റെ പരിധി കണ്ടെത്താൻ സഹായിക്കുന്നു എന്നാണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൽ ഇൻഡക്റ്റീവ് ചിന്തനം, ഡിഡക്റ്റീവ് ചിന്തനം, ലീനിയർ ചിന്തനം, ലോജിക്കൽ ചിന്തനം എന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ പിന്നെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് 17 ആണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മെത്തേഡ്സ് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, പിന്നെ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി എങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ളത്. കാരണം അതിൻ്റെ ആവശ്യകത ഇവിടെ നമുക്കില്ല. അതുകൊണ്ട് അത് ഞാൻ വിശദീകരിക്കലല്ല നമ്മുടെ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇവിടെ ചോദ്യം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് നിരീക്ഷണാത്മകമായിട്ടുള്ള പല കാര്യങ്ങളും തന്നിട്ട് അതിലൂടെ നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നിയമത്തിലേക്ക് എത്തുക, ഒരു പാറ്റേണിലേക്ക് എത്തുക. ഇത് ഇങ്ങനെയുള്ളൊരു രീതിക്ക് പറയുന്ന പേര് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്ന പേരെന്താണ്? ഇൻഡക്റ്റീവ് ചിന്തനം. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇൻഡക്റ്റീവ് ചിന്തനം എന്നുള്ളതാണ്. അതായത് നിരീക്ഷണങ്ങളിൽ നിന്ന് ഒരു നിയമം കണ്ടെത്തുക, ഈ നമ്പറിൽ നിന്ന് ഒരു പാറ്റേൺ കണ്ടെത്തുക. അപ്പോൾ കുറച്ച് ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇൻഡക്റ്റീവ് മെത്തേഡ് നമ്മൾ പലപ്പോഴും ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നമ്മുടെ അറബിക് ഗ്രാമറിലെ ആ നെഹ്വിൻ്റെ പുസ്തകം നോക്കിയാൽ മതി. ഉദാഹരണങ്ങൾ നൽകി, അതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നൽകി, എന്നിട്ടൊരു നിയമത്തിലേക്ക് എത്തി. അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡിലെ. ഡിഡക്റ്റീവ് മെത്തേഡ് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആദ്യം തന്നെ ഒരു കായിക നൽകും, എന്നിട്ട് അതിന് ശേഷമായിരിക്കും ബാക്കി ഉദാഹരണങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നൽകുക. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയുമോ? ചില നിരീക്ഷണങ്ങളും ഉദാഹരണങ്ങളൊക്കെ നൽകിയിട്ട് ഒരു പാറ്റേണിലേക്ക് എത്തുന്നതിന് പറയുന്ന പേര് എന്താണ്? അത് നിങ്ങൾക്കറിയുമോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഏതാണ്? എ ആണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ, ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരു ഗ്ലാസ്സിലെ ജലം ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിൻ്റെ അളവിൽ
യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്ന കാലഘട്ടം. നമ്മൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് പ്രീവിയസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് പ്രീവിയസ് നിങ്ങൾക്ക് നൽകിയതാണ്. അതിന് പുറമെ ഓരോ ക്ലാസ്സിന് ശേഷം ഒരുപാട് ക്വസ്റ്റ്യനുകൾ, ഓരോ ക്ലാസ്സിലും ഏകദേശം 20-25ഓളം ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നതാണ്. ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. വിശദമായിട്ട് മനസ്സിലാക്കേണ്ട ആളുകൾക്ക് നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ ഓരോ ഘട്ടവും വ്യക്തമായിട്ട് തന്നെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രെയിമിസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ആര്? അപ്പോൾ ചില പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റുകളുടെ എല്ലാം ഗ്രന്ഥങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് ഒരുപാട് ആളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ പിയാഷെ, ഗാർണർ, അങ്ങനെ ബ്രൂണർ, അങ്ങനെ പല ആളുകളെയും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എങ്കിലേ നമുക്ക് ഇതുപോലെയുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഹവാർഡ് ഗാർണർ, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ പ്രയോക്താവായിട്ടുള്ള, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താവായിട്ടുള്ള ഹവാർഡ് ഗാർണറാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട് ചില സയൻറ്റിസ്റ്റുകളുടെ ബുക്സ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഒന്നുകിൽ നിങ്ങൾക്കിത് കാണുന്ന രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് എന്ത് ചെയ്യാം, അത് ഞാൻ പിൻ ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അത് അവിടെയും കാണാൻ സാധിക്കും. അത് രണ്ടെങ്കിലും ഒരു മെത്തേഡായിരിക്കും ഞാൻ ഇൻഷാ അല്ലാഹ് സ്വീകരിക്കുക. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യന് പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ തന്നെ ആവർത്തിച്ച് വരാറുണ്ട്. അങ്ങനെ മറ്റു പല തലത്തിലും ഈ ക്വസ്റ്റ്യനുകൾ വരാറുണ്ട്. RPWD 2016 ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ. വികലാംഗരുടെ അവകാശ സംരക്ഷണ നിയമമാണ്. എന്നാണ് അത് നിലവിൽ വന്നത്? അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2017 ഏപ്രിൽ 19 അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, 21 തരത്തിലുള്ള ഡിസേബിലിറ്റീസ് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 21 തരത്തിലുള്ള ഡിസേബിലിറ്റീസ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആദ്യം വളരെ കുറവായിരുന്നു, എന്നാൽ ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരുപാട് 21ഓളം എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഉറപ്പാക്കുക. ഇതൊക്കെ അതിൻ്റെ ലക്ഷ്യങ്ങളാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. അതായത് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിദ്യാഭ്യാസം, സമൂഹത്തിലെ ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അതേപോലെ തന്നെ സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 4% റിസർവേഷൻ ഇവർക്ക് ലഭിക്കുക. ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പോയിൻറ്റ്സുകളാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വിജയം മറ്റു വിദ്യാർത്ഥികളുടെ പ്രകടനത്തോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുന്നു. പ്രസ്തുത മൂല്യനിർണ്ണയം ഏതു വിഭാഗത്തിൽ പെടുന്നു? ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വിജയം മറ്റു വിദ്യാർത്ഥികളുടെ പ്രകടനത്തോട് താരതമ്യം ചെയ്താണ് വിലയിരുത്തുന്നത്. അപ്പം ഇങ്ങനത്തെ മൂല്യനിർണ്ണയത്തിന് പറയുന്ന പേര് എന്താണ്? മാനദണ്ഡ അധിഷ്ഠിത മൂല്യനിർണ്ണയം, അധ്യാപക സൃഷ്ട മൂല്യനിർണ്ണയം, വ്യവസ്ഥാപിതമായ മൂല്യനിർണ്ണയം, നിലവാര അടിസ്ഥിത മൂല്യനിർണ്ണയം. ഇതിൽ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. അതാണ് അതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഗ്രേഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു പൊതുവായ യൂണിഫോം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇടക്കാലത്ത് വന്ന എല്ലാ ചോദ്യ പേപ്പറിലും ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 4 ഓപ്ഷനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുകയും വേണം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പിന്നീട് വരാം. ലിംഗസമത്വം,
ലിംഗസമത്വം അതായത് ജെൻഡർ ഇക്വാലിറ്റി. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും സമത്വം എന്നുള്ള ആ ഒരു ചിന്തയാണ് എന്ത് ജെൻഡർ ഇക്വാലിറ്റി എന്നതുകൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. ആൺ പെൺ സമത്വം, അധികാരവും അവകാശങ്ങളും ഒരുപോലെ നൽകുക, ഇതാണ് ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം. പിന്നെ രണ്ടാമത് വരുന്നത് ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഇത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നതാണ്. എന്താണ്? ലിംഗത്തെ അടിസ്ഥാനമാക്കി ഒരാളെ മറ്റൊരാളിൽ നിന്ന് താഴ്ത്തിക്കാണുക, അതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. നീ ആണാണ് അല്ലെങ്കിൽ ഇവൾ പെണ്ണാണ് എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്യാം, പല വിഷയങ്ങളിലും അവരെ താഴ്ത്തിക്കാണുക. ഒരു പെൺകുട്ടിക്ക് പ്രത്യേക അധികാരം നൽകാതെ അവഗണിക്കുക. ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പെൺകുട്ടികൾക്ക് പ്രത്യേക കാര്യങ്ങളൊക്കെ പെൺകുട്ടികളെ മാത്രം ഇങ്ങനെ മാറ്റി നിർത്തുക. ഒരു ഉദാഹരണം പറയുക, ഒരു ക്ലാസ് റൂമിൽ അധ്യാപകന് ആ ക്ലാസ്സിൻ്റെ ഒരു ലീഡറെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ അധ്യാപകൻ പറയുകയാണ്, ഇതിലേക്കുള്ള മത്സരത്തിലേക്ക് ആൺകുട്ടികൾ മാത്രം മത്സരിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു ലീഡറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുമ്പോൾ അതിലേക്കുള്ള മത്സരത്തിന് ആൺകുട്ടികൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പെൺകുട്ടികൾ അതിലിത് മാറ്റി നിർത്തുക. ഇതിനാണെന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ സി, ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. ലിംഗ ന്യൂട്രാലിറ്റി. ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ മതിയാകും, ഈ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് എന്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എന്ത് ലിംഗ ന്യൂട്രാലിറ്റി എന്നുള്ളത് അല്ലേ. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിംഗഭേദം കാണിക്കാതെ എല്ലാവരെയും ഒരുപോലെ, ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ, അവരെല്ലാവരെയും ഒരുപോലെ കാണുക. അപ്പോൾ അവരെ ആൺ പെൺ എന്ന് തിരിച്ചറിയാതെ പൊതുവായ രീതിയിൽ പ്രവർത്തിക്കുക. ഇത് ആൺകുട്ടിയാണ്, ഓൻ്റെ ഡ്രസ്സാണ്, ഇത് പെൺകുട്ടീൻ്റെ ഡ്രസ്സാണ്, അങ്ങനെ തിരിച്ചറിയാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം എന്താണ്? എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ധരിക്കാൻ പറ്റുന്ന യൂണിഫോം എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതൊക്കെ എന്താണ് ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓപ്ഷൻ ഡി എന്താണ്? ഒരു ലിംഗത്തിനെ കുറിച്ച് തെറ്റായ അഭിപ്രായങ്ങളോ വിശ്വാസങ്ങളോ ഉണ്ടാവുക. അതായത് ആൺകുട്ടികളെ കുറിച്ചൊരു പ്രത്യേക കാര്യത്തിൽ ആൺകുട്ടികളെ കുറിച്ചൊരു തെറ്റായ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രചരണം, അല്ലെങ്കിൽ പെൺകുട്ടികളെ കുറിച്ച് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുക. ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ, പെൺകുട്ടികൾ അവർ സ്പോർട്സിലേക്കൊന്നും വരാൻ പാടില്ല. അവർ എന്താ ചെയ്യണം, അടുക്കളയിൽ ജോലി ചെയ്യേണ്ടവരാണ്, അവർ ദുർബലരാണ്, അവർക്ക് അത്തരം വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, ആ രൂപത്തിൽ. അതേപോലെ തന്നെ പിന്നെ ആൺകുട്ടികൾക്ക് സ്പോർട്സ് മാത്രമേ പറ്റുള്ളൂ, അത്തരം കായികക്ഷമതയുള്ള ജോലികളാണ് ആൺകുട്ടികൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇത്തരം ജോലികൾ അവർ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ രൂപത്തിലുള്ളൊരു ചിന്താഗതി, ഇതിനാണ് എന്ത് ലിംഗ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. ഇനി നമുക്ക് ചോദ്യങ്ങൾ വായിച്ചാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താം അല്ലേ. ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു പൊതുവായ യൂണിഫോം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇത് താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ജെൻഡർ ന്യൂട്രാലിറ്റി. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കവറി ലേണിംഗ് തിയറി നിർദ്ദേശിച്ചത് ആരാണ്? കണ്ടെത്തൽ പഠനം. കണ്ടെത്തൽ പഠനം നിർദ്ദേശിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ജെറോം എസ് ബ്രൂണർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ജെറോം എസ് ബ്രൂണറാണ് ഡിസ്കവറി ലേണിംഗ് തിയറിയുടെ പ്രയോക്താവായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ കാണുന്ന ഓപ്ഷൻ എ വൈഡോസ്കി, ലൈവ് വൈഡോസ്കി, ഇദ്ദേഹം എന്തിൻ്റെ ആളാണ്? ZPDയുടെ ആളാണ് അല്ലേ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്, നിങ്ങൾക്ക് വീഡിയോ തന്നെ നൽകിയിട്ടുണ്ട്. എന്താണ് ZPD? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലേ, സമീപസ്ഥ വികസന മണ്ഡലം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ZPDയുടെ ആളാണ് ആര്? വൈഡോസ്കി. എന്നാൽ ഓപ്ഷൻ സി ഡേവിഡ് ഒസുബൽ. ഡേവിഡ് ഒസുബൽ എന്തിൻ്റെ ആളാണ്? ഡേവിഡ് ഒസുബൽ മീനിങ് ഫുൾ ലേണിംഗ് തിയറി, മീനിങ് ഫുൾ ലേണിംഗ് തിയറിയുടെ ആളാണ് ആര്? പിന്നെ ഡേവിഡ് ഒസുബൽ.
അതേപോലെ ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ദുരെ. ആൽബർട്ട് ബന്ദുരെ എന്തിൻ്റെ ആളാണ്? സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ആളാണ് ആൽബർട്ട് ബന്ദുരെ. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? ഒബ്സർവേഷണൽ ലേണിംഗ് ഒക്കെ വരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഒരു പരീക്ഷണമാണ് ബോംബോഡോൾ പരീക്ഷണം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപക വിദ്യാർത്ഥി പറഞ്ഞാൽ ആരാണ്? ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ഒരു വിദ്യാർത്ഥിയിലെ ഒരു BEdോ DLEdോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അധ്യാപക വിദ്യാർത്ഥി. ഒരു അധ്യാപക വിദ്യാർത്ഥി അനുഭവസമ്പന്നനായ ഒരു അധ്യാപകൻ്റെ ബോധന തന്ത്രങ്ങൾ നിരീക്ഷിച്ച് അവരിൽ നിന്നുമുള്ള പഠന സാങ്കേതിക വിദ്യകൾ സ്വന്തം ക്ലാസ്സിൽ പ്രയോഗിക്കുന്നു. അപ്പോൾ ഒരു ട്രെയിനി ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു അധ്യാപക വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു അനുഭവസമ്പന്നനായ ഒരു അധ്യാപകൻ്റെ ബോധന തന്ത്രങ്ങൾ കണ്ടു നിന്ന് അതുപോലെ തൻ്റെ ക്ലാസ്സിലും എന്ത് ചെയ്യുന്നു? പ്രയോഗിക്കുന്നു. പ്രസ്തുത പഠന രീതി ഉൾപ്പെടുന്ന വിഭാഗം. അപ്പോൾ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും ഇത് എന്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഒരു ചോദ്യത്തിന് നമ്മളിതിൻ്റെ നേരെ മുകളിൽ ചോദിച്ച ചോദ്യവുമായിട്ട് ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട് അല്ലേ? അവിടെ ഡിസ്കവറി ലേണിംഗ് ആണ്, കണ്ടെത്തൽ പഠനം. അപ്പോൾ അതുമായിട്ട് ചെറിയൊരു ബന്ധമല്ലേ? ഒരു അധ്യാപക വിദ്യാർത്ഥി ഒരു നല്ല അധ്യാപകൻ്റെ ക്ലാസ് കണ്ട് കേട്ട് അതേപോലെ തന്നെ ക്ലാസ്സിൽ വന്ന് പ്രയോഗിക്കുക എന്ന് പറയുമ്പോൾ ഒരു കണ്ടെത്തൽ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അത് ഏതാണ്? അത് സാമൂഹിക പഠനത്തിൻ്റെ ഭാഗമാണ്. ഓപ്ഷൻ ബി ആണ്, സോഷ്യൽ ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യണത്? അത് വരുന്നത്. ബി ആണ് കറക്റ്റ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജോൺ ഡൂയി, RS വുഡ്വർത്ത്, EB തിച്നർ, EL തോണ്ടേക്ക്. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് സ്ട്രക്ചറലിസം അല്ലേ? സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരാണ് നൽകിയിരിക്കുന്നത്? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ആരാണ് ഓപ്ഷൻ സി? EB തിച്നർ എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എ ജോൺ ഡൂയി. അദ്ദേഹം ഫങ്ഷണലിസം അതിൻ്റെ പ്രയോക്താവാണ്. ലേണിംഗ് ബൈ ഡൂയിങ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഫങ്ഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ ഓപ്ഷൻ ബി RS വുഡ്വർത്ത് ഡൈനാമിക് സൈക്കോളജിയുടെ ആളാണ്. അതേപോലെ ഓപ്ഷൻ ഡി EL തോണ്ടേക്ക്. അദ്ദേഹം ബിഹേവിയറിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ലോ ഓഫ് ഇഫക്റ്റിലെ ഫലനിയമം, അതേപോലെ തന്നെ ട്രയൽ ആൻഡ് എറർ അല്ലേ, ശ്രമപരാജയ സിദ്ധാന്തം, അതിൻ്റെയൊക്കെ ആളാണ് ആര്? EL തോണ്ടേക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ, വ്യക്തിത്വ വികാസനത്തിൽ ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. സെൽഫ് തിയറി കാൾ റോജേഴ്സ്, വ്യക്തിത്വ സിദ്ധാന്തം യുങ്, മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മണ്ട് ഫ്രോയിഡ്, സവിശേഷക സിദ്ധാന്തം ആൽപോർട്ട്. ഇതൊക്കെ നിങ്ങൾ ഓരോ തിയറിയുടെ ആൾക്കാരെയും ഇതിൻ്റെ കൂടെ പഠിക്കുക. ജസ്റ്റ് നമ്മുടെ ആൻസർ മാത്രം പഠിച്ചു പോകരുത്. ഇത് ഓരോന്നിൻ്റെയും ആൾക്കാർ ഇവരാണ് എന്നുകൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തം സിഗ്മണ്ട് ഫ്രോയിഡ്, സൈക്കോ അനാലിസിസ് ബൈ ഫ്രോയിഡ് എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ, എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. ഓപ്ഷൻ എ ഗുണിത പഠനത്തിൻ്റെ ആവർത്തനം. ഓപ്ഷൻ ബി ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നത്. ഓപ്ഷൻ സി പാഠശാലയിൽ പഠിച്ച വിവിധ വിഷയ വിവരങ്ങൾ. ഓപ്ഷൻ ഡി ഒരു സംഭവത്തിൻ്റെ തീയതി ഓർമ്മിക്കുക. ഏതാണ് കറക്റ്റ് ആൻസർ? ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുക എന്നതാണ് എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്.
എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തലാണ്. അതായത് ഒരു പ്രത്യേക സമയത്ത് നടന്ന സംഭവം, സ്ഥലം, അനുഭവങ്ങൾ, ഇതൊക്കെ എന്താണ് എപ്പിസോഡിക് മെമ്മറിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. മെമ്മറി നമുക്ക് പല രൂപത്തിലും നമുക്ക് കാണുവാൻ സാധിക്കും. സെൻസറി മെമ്മറി, അതായത് വെരി ഷോർട്ട് ടൈം മെമ്മറിയാണത്. അതായത് സെൻസറി ഓർഗൻസ്, നമ്മുടെ കണ്ണ്, കാത് മുതലായവ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ചെറിയ സമയം സൂക്ഷിക്കുക. ചില കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് എന്താണ് ചെറിയൊരു നിമിഷത്തേക്ക് വേണ്ടി മാത്രം ഓർക്കാറുണ്ടല്ലോ, അതാണ് പിന്നെ സെൻസറി മെമ്മറി. അടുത്തത് ഷോർട്ട് ടൈം മെമ്മറി. ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം ഓർക്കുക. കുറച്ച് എന്താണ് ദിവസം അല്ലെങ്കിൽ നിമിഷങ്ങൾ മാത്രം ഓർക്കുക. ചെറിയ ഡാറ്റ, വിവരങ്ങൾ കുറച്ച് നേരം സൂക്ഷിക്കുക. 15 സെക്കൻഡ് 30 സെക്കൻഡൊക്കെ സൂക്ഷിക്കുക. ഇപ്പോൾ ഒരാളൊരു ഫോൺ നമ്പർ പറഞ്ഞു തന്നാൽ നമുക്ക് ജസ്റ്റ് അത് സേവ് ചെയ്യണ വരെ ഒരു ഓർമ്മ, അത്ര മതി, പിന്നെ നമ്മൾ സേവ് ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ എന്താണ് ചെറിയ സമയത്തേക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഓർമ്മിക്കുന്നതിനാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ ലോങ് ടൈം മെമ്മറി ഉണ്ട്. ലോങ് ടൈം മെമ്മറി എന്ന് പറഞ്ഞാൽ ദീർഘകാലം സൂക്ഷിക്കുന്ന ഓർമ്മയാണ്. വേഗം മറക്കാത്ത വിവരങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു, സൂക്ഷിക്കുന്നു. ഇതാണ് ലോങ് ടൈം മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊന്നായിരുന്നു എപ്പിസോഡിക് മെമ്മറി. ഇതാണ് നമ്മൾ പറഞ്ഞത്, വ്യക്തിപരമായ അനുഭവങ്ങൾ ഓർമ്മിക്കുക. നമ്മളെന്ത് ചെയ്യുക, ഒരു പ്രത്യേക സമയത്ത് നടന്ന സംഭവം, സ്ഥലം, അനുഭവങ്ങൾ, ഇതൊക്കെ ഓർക്കലാണ്. അതുകൊണ്ടാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി വന്നത് അല്ലേ. ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതിനെ പറയുന്നത്, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ക്വസ്റ്റ്യന്. എന്താണ് ഓപ്ഷന്? ത്വരിതപ്പെടുത്തൽ, സമ്പുഷ്ടീകരണം, എബിലിറ്റി ഗ്രൂപ്പിംഗ്, എയും ബിയും. ഏതാണ് കറക്റ്റ് ആൻസർ? അതായത് സാധാരണ 3 വർഷം എടുത്ത് പഠിക്കേണ്ട ഒരു കോഴ്സ് 2 വർഷത്തിൽ പൂർത്തീകരിക്കുക. അതല്ല എങ്കിൽ കഴിവുള്ള കുട്ടികൾക്ക് പ്രത്യേക ക്ലാസ്സുകൾ നൽകി അവരെന്ത് ചെയ്യുക, സ്കൂൾ വാതിൽ കടക്കാൻ സഹായിക്കുക. അതായത് അവർക്കെന്താണ് ഉയർന്ന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കുക. ചെറിയ പ്രായത്തിലുള്ള കുട്ടിയെ കൂടുതൽ മുകളിലുള്ള ക്ലാസ്സിലേക്ക് ചേർക്കുക. ഇതൊക്കെ നമുക്കതിന് ഉദാഹരണമായിട്ട് പറയാം. ഇതിന് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ത്വരിതപ്പെടുത്തൽ എന്നതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി സമ്പുഷ്ടീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ പഠനത്തേക്കാൾ കൂടുതൽ ആഴത്തിൽ രസകരമായി വ്യത്യസ്ത രീതിയിൽ പഠനാവശ്യങ്ങൾ നൽകുക. ഇത് കൂടുതൽ അറിവ്, കഴിവുകൾ, ക്രിയാത്മകത, ചിന്താശക്തി വളർത്താൻ സഹായിക്കുന്നു. അതായത് കുട്ടികളുടെ ഒരു പാഠഭാഗം, ഒരു വിഷയത്തിൽ പാഠം കഴിഞ്ഞു, ആ വിഷയത്തിൽ കൂടുതൽ വിവരണം, പ്രയോഗങ്ങൾ, പരീക്ഷണങ്ങൾ നടത്തുക. പാഠഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊന്നും കൂടെ ആഴത്തിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ തന്നെ അതിന് ഓൺലൈൻ റിസോഴ്സുകളൊക്കെ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ക്ലാസ്സിനപ്പുറം പ്രൊജക്റ്റുകൾ, ഫീൽഡ് ട്രിപ്പുകളൊക്കെ നടത്തുക. അപ്പോൾ ആഴത്തിലുള്ളൊരു പഠനം കൊണ്ടുവരിക. അതാണ് എൻറിച്ച്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഓപ്ഷന് എബിലിറ്റി ഗ്രൂപ്പിംഗ് ആണ്. അത് നമ്മൾ സ്കൂളിലൊക്കെ അവസാനം എക്സാമിൻ്റെ ലാസ്റ്റ് സമയത്തൊക്കെ നമ്മൾ പൊതുവെ സ്കൂളിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് നല്ല പഠിക്കുന്ന കുട്ടികൾ അവരെ ഗ്രൂപ്പായിട്ട് അവരെ മാറ്റി നിർത്തുന്നു. എന്നാൽ അതിനേക്കാളും ബിലായിട്ടുള്ള കുട്ടികളെ അവരെ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ രൂപത്തിലൊക്കെ ചെയ്യലാണ് എബിലിറ്റി ഗ്രൂപ്പിംഗ് എന്നതുകൊണ്ട് എന്ത് ചെയ്യണത് ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ ക്ലാസ് ലെവലിൽ ശേഷി അനുസരിച്ച് എന്ത് ചെയ്യുക, വിഭജിക്കുക. മധ്യസ്ഥ ആയിട്ടുള്ള കുട്ടികൾ, മുന്നോട്ട് വന്നിട്ടുള്ള പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ, ആ രൂപത്തിലൊക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഒരേ ക്ലാസ്സിലെ തന്നെ കുട്ടികളെ ഗ്രൂപ്പുകളാക്കിക്കൊണ്ട് പഠിപ്പിക്കുക. സ്ട്രോങ് ഗ്രൂപ്പ്, വീക്ക് ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, കുട്ടികളുടെ വ്യക്തിഗത കഴിവുകൾ പരിഗണിക്കപ്പെടുന്നു. അതേപോലെ തന്നെ പഠനത്തെ വ്യക്തിഗതമാക്കാൻ സഹായിക്കും. കൂട്ടായ്മയിൽ കൂടുതൽ ഫലപ്രാപ്തി ഉണ്ടാക്കാൻ സഹായിക്കും. താല്പര്യം, ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കും. ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് ചെറിയ ദോഷങ്ങളുണ്ട്, സ്വാഭാവികമാണ്. ഇപ്പോൾ ക്ലാസ്സിൽ 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നിന്ന് കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചയാളൊക്കെ മാറ്റി നിർത്തി. എന്നാൽ കുറച്ച് കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, താഴ്ന്ന ഗ്രൂപ്പിൽപ്പെട്ടവർ മാനസികമായിട്ട് തളർച്ച അനുഭവിച്ചേക്കാം. അതേപോലെ സാമൂഹിക വേർപാട് ഉണ്ടാവാം. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ് ഇവിടെ നമുക്ക് കാണാനും സാധിക്കും. എങ്കിൽ കൂടി എന്താണ് ഇത് കൂടുതൽ എന്താണ് ഇത്തരം കാര്യങ്ങൾ കുട്ടികളെ
അവരുടെ കഴിവുകൾക്കനുസരിച്ച് ഗ്രൂപ്പാക്കി പഠിപ്പിക്കൽ ഓരോരുത്തരുടെയും പഠനക്ഷമത ഉയർത്താൻ എന്ത് ചെയ്യും ഇത് സഹായിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഓക്കെ, ഇൻഷാല്ല 15 ചോദ്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ബാക്കി 15 ചോദ്യങ്ങൾ കൂടെ ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.